നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ 1 പുറത്തിറക്കുമെന്നും മന്ത്രി കെ രാജൻ. ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായി. ഇനി ജനങ്ങൾക്ക് സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ. സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബദ്ധത. ഇപ്പോൾ ആവശ്യം കർശന നടപടികളെന്ന് കെ സുധാകരൻ. കളമശ്ശേരിയിലേത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവരെ വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും കെ സുധാകരൻ. ഹുലാഹൂപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി കൊച്ചുമിടുക്കി. നേട്ടം സ്കേറ്റിംഗ് ഷൂവിലെ പ്രകടനത്തിൽ. മുണ്ടേരി സ്വദേശിനി ആത്മീയ ശിവദാസന് സ്വപ്ന നേട്ടം. പിന്തുണയുമായി അച്ഛനും അമ്മയും. വിശദമായ വാർത്തകളിലേക്ക്. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ 1 പുറത്തിറക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ 555 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുകയാണ്. 300ഓളം വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇതിനൊപ്പം റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഈ സേവനങ്ങളാക്കുന്ന നടപടിക്രമങ്ങളും നടന്നുവരുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ നിലവിൽ 1,80,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. വില്ലേജ് ഓഫീസുകളുടെ, റവന്യൂ ഓഫീസുകളുടെ സേവനങ്ങൾ ഈ സേവനങ്ങളാക്കി മാറ്റുക എന്ന് മാത്രമല്ല, സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരാളുടെ, ഒരു കുടുംബത്തിന്റെ ഭൂമി, അതിലെ തണ്ടപ്പേറ്റിന്റെ ഭാഗമായി ലഭ്യമാകുന്ന വിവിധങ്ങളായിട്ടുള്ള വിവരങ്ങൾ, ടാക്സ്, ഏതെങ്കിലും വിധത്തിലുള്ള ബാധ്യതകളുണ്ടോ, അതിലുള്ള കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെ ഓരോ ഘട്ടത്തിലും നമുക്ക് വില്ലേജ് ഓഫീസിൽ വന്ന് സർട്ടിഫിക്കറ്റുകൾ മേടിക്കാതെ തന്നെ ഒറ്റ ഡിജിറ്റൽ കാർഡിലൂടെ റവന്യൂവുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിൽ ഒരു റവന്യൂ കാർഡ് ഈ വരുന്ന കേരള പ്രവിധനത്തിൽ തന്നെ പുറത്തിറക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് റവന്യൂ വകുപ്പ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ 1,80,000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത് കേരളത്തിലെ 483 വില്ലേജുകളിൽ ഇതിനകം റവന്യൂ ഭാഗമായിട്ടുള്ള സർവേ വകുപ്പിന്റെ രേഖകൾ തയ്യാറാക്കി ആധികാരികമായി കേരളത്തിൽ റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റം നടക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കെ വി സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ചിറക്കൽ കോവിലകം വലിയ രാജ രാമവർമ്മ മുഖ്യാതിഥിയായി. വില്ലേജ് ഓഫീസിന്റെ ശിലാഫലക അനാച്ഛാദനം MLAയും ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും ചേർന്ന് നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. 27,30,753 രൂപയ്ക്കാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. വില്ലേജ് ഓഫീസറുടെ മുറി, കാത്തിരിപ്പ് കേന്ദ്രം, ഡൈനിംഗ് റൂം, മറ്റ് ഓഫീസ് റൂം, 3 ടോയ്ലറ്റ്, റാമ്പ് എന്നിവ ഉൾപ്പെടെ 106 ചതുരശ്ര മീറ്ററിൽ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 9 മാസം കൊണ്ടാണ് കെട്ടിടത്തിന്റെ സിവിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. വില്ലേജ് ഓഫീസുകളുടെ മുഖച്ഛായ മാറ്റുന്ന സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിലൂടെ ചിറക്കൽ വില്ലേജ് ഓഫീസും സ്മാർട്ടാകുമ്പോൾ ജനങ്ങൾക്ക് സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാവും. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, ജില്ലാ പഞ്ചായത്ത് അംഗം K താഹിറ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KV സതീശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KK നാരായണൻ, ADM K പത്മചന്ദ്രക്കുറുപ്പ്, തഹസിൽദാർ MT സുരേഷ് ചന്ദ്രബോസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. വസ്ത്രവിപണിയിൽ അന്താരാഷ്ട്ര ബ്രാൻഡായ കെയർ ഇറ്റാലിയൻ കിഡ്സ് ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി എക്സ്പോ തുടങ്ങി. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ് ഫാക്ടറി വിലയിൽ വിപണനം ആരംഭിച്ചത്. രാവിലെ 9:30 മുതൽ രാത്രി 11 വരെയാണ് എക്സ്പോ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നതെന്ന് ഫൈൻ ഫെയർ ഗ്രൂപ്പ് ഡയറക്ടർ KK ജലീൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ ഇവിടെ സാർടെക്സ് ചേംബർ ഹാളിൽ ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3ാം തവണയാണ് ഞങ്ങൾ ഈ എക്സിബിഷൻ ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷം ചെയ്തപ്പോഴും നല്ല രീതിയിൽ റെസ്പോൺസും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സും കിട്ടിയിരുന്നതാണ്. ഇതേ സമയത്ത് തന്നെ കാലിക്കറ്റ് എലൻ ഹെറിറ്റേജിലാണ് PQ ഉഷാ റോഡിലും നമ്മൾ ഇതേപോലെയുള്ള ഒരു എക്സിബിഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
വിവിധ രാജ്യങ്ങളിലായി 50ഓളം ഷോറൂമുകളുള്ള കെയർ ഫാഷൻ വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തുന്ന എക്സ്പോയിൽ കുട്ടികൾക്കുള്ള ഫാഷൻ വസ്ത്രങ്ങളും ആക്സസറീസുകളും 70% വരെ ഡിസ്കൗണ്ടിൽ ലഭിക്കും. 50 രൂപ മുതൽ ലഭിക്കുന്ന ഫാഷൻ വസ്ത്രങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി വിൽപ്പനയാണ് എക്സ്പോയിൽ നടക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ ഫൈൻ ഫെയർ ഗ്രൂപ്പ് ഡയറക്ടർ കെ ജലീൽ പറഞ്ഞു. മാർക്കറ്റിംഗ് മാനേജർ ഷബാബ്, MK ജോഷിത് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പിൽ 12-കാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവതി അറസ്റ്റിൽ. പുളിമറമ്പ് തോട്ടാറമ്പിലെ സ്നേഹ മെർലിനെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ CPI നേതാവ് കോമത്ത് മുരളീധരനെ തളിപ്പറമ്പ് ടൗണിൽ വെച്ച് ആക്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് യുവതി. പ്രായപൂർത്തിയെത്താത്ത 12-കാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവതി പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റിലായത്. പുളിമ്പറമ്പത്ത് തോട്ടാറമ്പിലെ നേഹ മിർലിനെയാണ് തളിപ്പറമ്പ് പോലീസ് വെള്ളിയാഴ്ച രാവിലെ 11ഓടെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ CPI നേതാവ് കോമത്ത് മുരളീധരനെ തളിപ്പറമ്പ് ടൗണിൽ വെച്ച് ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു അറസ്റ്റിലായ സ്നേഹ മെർലിൻ എന്ന് തളിപ്പറമ്പ് പോലീസ് അറിയിച്ചു. നിരവധി തവണ പീഡനത്തിനിരയായ പെൺകുട്ടി കൌൺസിലിംഗിനിടെയാണ് വിവരം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിൽ SFI നേതാവിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം ജനമനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മദ്യപാനികളുടെ എണ്ണം കൂട്ടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്കാരമില്ല, നമുക്ക് അങ്ങനെ ഒരു അനുഷ്ഠാനമില്ല. അത്തരമൊരു കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടും സാമൂഹിക ജീവിതത്തിന്റെ മറ്റൊരു ഭദ്രത തകർത്തുകൊണ്ടും ഈ നാട് കുട്ടിച്ചോറാക്കി മാറ്റുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ചെറിയ പോരാട്ടം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ സമരത്തിന്റെ ഒരു അകത്താവുണ്ടാക്കി അതിൽ ഈ സർക്കാരിനെ മുക്കിക്കൊല്ലാൻ കേരളത്തിലെ സാമാന്യ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ ഇറങ്ങി തിരിച്ച മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളെ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. A. ഷർമിള അധ്യക്ഷയായി. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ PC രാഗേഷ് അവതരിപ്പിച്ച ഏകപാത്ര നാടകം അച്ഛൻ ശ്രദ്ധേയമായി. ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഡോക്ടർ KV ഫിലോമിന, അമൃത രാമകൃഷ്ണൻ, VA നാരായണൻ, സുമ ബാലകൃഷ്ണൻ, ലിസി ജോസഫ്, പ്രൊഫസർ AD മുസ്തഫ, ഡോക്ടർ ജോസ് ചോർ പ്ലാത്തോട്ടം, നസീമ ഖാദർ, EP ശ്യാമള, TC പ്രിയ, അത്തായി പത്മിനി, ഉഷ അരവിന്ദ്, KP വസന്ത, ജയ്ഷ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ 1 പുറത്തിറക്കുമെന്നും മന്ത്രി K രാജൻ. ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായി. ഇനി ജനങ്ങൾക്ക് സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ. സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബദ്ധത. ഇപ്പോൾ ആവശ്യം കർശന നടപടികളെന്ന് K സുധാകരൻ. കളമശ്ശേരിയിലേത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവരെ വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും K സുധാകരൻ. ഹുലാഹൂപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി കൊച്ചുമിടുക്കി. നേട്ടം സ്കേറ്റിംഗ് ഷൂവിലെ പ്രകടനത്തിൽ. മുണ്ടേരി സ്വദേശിനി ആത്മീയ ശിവദാസന് സ്വപ്ന നേട്ടം. പിന്തുണയുമായി അച്ഛനും അമ്മയും.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വൻ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്നവൻ എന്ത് വിദ്യാർത്ഥിയാണെന്ന് കെ സുധാകരൻ ചോദിച്ചു. വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അവർക്ക് അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബദ്ധതയെന്നും കർശനമായ നടപടികളാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണമെന്നും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ കഞ്ചാവ് വേണോ, ഇവിടെ കള്ള് വേണോ, ഇവിടെ സാമൂഹ്യ ജീവിതം വേണോ, സമാധാനം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. ഇപ്പൊ ഈ നടപടിയുടെ അകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാളെ ജാമ്യത്തിൽ വിടുകയാണ്. ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ? ഒരു ഇത്രയും ഒരു നികൃഷ്ടമായൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക, കേസെടുക്കുക, പേര് കള്ളാസില്ലാത്തൊരു കേസ് ചാർജ് ചെയ്യുക, എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ്. CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ള് കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ, അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം. ആ പരിശോധന നടക്കുമെന്ന ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ആരോടാ പറയേണ്ടത്? ഏത് പൊട്ടനോടാ പറയേണ്ടത്? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണത് കേൾക്കുക? ഏത് മന്ത്രിയായി സഹായിക്കുക? ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 2023-25 ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് തലവിൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ TK രത്നകുമാർ സല്യൂട്ട് സ്വീകരിച്ചു. ഈ യൂണിഫോം സ്വന്തമായി കഴുകിയ ആരും തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല ഒരു പ്രാവശ്യം പോലും. അപൂർവത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ യൂണിഫോം കഴുകുമ്പോൾ കഴുകി അലക്കി ഉണക്കാൻ ആറിയിടുമ്പോഴൊക്കെ ആ ഉണക്കി ആറിയിടുന്ന അവരുടെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് അവർക്ക്. ഈ യൂണിഫോം കഴുകുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാലയത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നാളെ ഈ സ്ഥാപനം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോകും. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർച്ചിന്നും തുങ്കമാം വാഴഞ്ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം എന്ന് നമ്മൾ ചെറുപ്പക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. ചക്കരക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് MP ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ, മാനേജിംഗ് ട്രസ്റ്റി മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റി വത്സൻ മഠത്തിൽ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ടൽ നോഡൽ ഓഫീസർ കണ്ണൂർ സിറ്റി K രാജേഷ് തുടങ്ങിയവർ സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ മാനേജർ ശ്രീജ മഠത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുരേശൻ, PTA പ്രസിഡന്റ് K സുനിൽകുമാർ, പ്രിൻസിപ്പൽ TP റീനാകുമാരി, ഹെഡ് മാസ്റ്റർ K പ്രകാശൻ, CP റഷീദ്, TV അരുണാചലം, CR റീന, T അബൂബക്കർ, CR സംഗീത ബാലകൃഷ്ണൻ, ഹൃദ്യ പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. SPC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. ചക്കരക്കൽ SHO MP ആസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NCC, SPC, സ്കൗട്ട് ഗൈഡ്, JRC, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനാപകടത്തിൽ ഒരു കാലറ്റുപോയ ഓട്ടോ ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകാതെ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ വഞ്ചിച്ചതായി പരാതി. മെയിൽ കേരളത്തെ GK വിജയനാണ് കണ്ണൂരിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അഭിഭാഷകനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. 2021 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ വക്കീലിനെ സമീപിച്ച തന്നെ പ്രതിയാക്കി വക്കീൽ കേസ് കൊടുക്കുകയായിരുന്നുവെന്ന് GK വിജയൻ പറഞ്ഞു. ഡിസംബർ 11 രാവിലെ 10 മണിക്ക് മയിൽ വേളം പാറപ്പുറത്ത് ട്രിപ്പ് പോയപ്പോൾ നായ കുറുകെ ചാടുകയും ഓട്ടോ മറിഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് വിജയൻ പറഞ്ഞു. ദീർഘകാലം കണ്ണൂർ AKG, ഫാദർ മുള്ളേഴ്സ്, ഹെഗ്ഡെ എന്നിവിടങ്ങളിൽ ചികിത്സിച്ചതിന് ശേഷമാണ് മുറിഞ്ഞ കാൽ ഒരുവിധം നേരെയായത്. എന്നാൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ വക്കീലിനെ സമീപിച്ച തന്നെ പ്രതിയാക്കി വക്കീൽ കേസ് കൊടുക്കുകയായിരുന്നു. ചന്ദ്രൻ, ശശി എന്നിവരെ ഓട്ടോ യാത്രക്കാരെന്ന വ്യാജ സാക്ഷികളാക്കി കള്ളമൊഴി നൽകുകയും ഈ കേസിൽ പ്രതിയായി ചിത്രീകരിക്കപ്പെട്ട തനിക്ക് കോടതിയിൽ 28,000 രൂപ അടയ്ക്കേണ്ടി വന്നുവെന്നും വിജയൻ വ്യക്തമാക്കി. പോകാനും വരാനും ആരുമില്ലാത്തത് കാരണം ഞാൻ ഈ വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീലിനോട് പറഞ്ഞു, വക്കീൽ സാറേ നമ്മുടെ കേസ് ഒന്ന് ശരിയാക്കി തരണം. AKG കിടക്കുമ്പോൾ തന്നെ 14ാമത്തെ ദിവസം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. സുഭാഷ് എന്ന് പറഞ്ഞ അടുത്തുള്ളൊരു വക്കീലാണ്.
ഓഫീസിലൂടെ. അപ്പോൾ അയാളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ കേട്ടാൽ വേണ്ടതുപോലെ ചെയ്തു തരാം എന്നൊക്കെ നേരത്ത് അയാൾ സംസാരിച്ചു. പക്ഷെ വേണ്ടതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ സാർ നോക്കിയിട്ട് അതിൻ്റെ വഴി പോലെ ഒപ്പിച്ചതാ എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയോട് വിളിച്ച് ഞാൻ സംസാരിച്ചോളാം, അതിന് ആവശ്യമുള്ള കടലാസൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടപ്പാണ്, എനിക്ക് കഴിക്കാനും പാടില്ല, നടക്കാനും പാടില്ല, പിന്നെ എനിക്ക് ഈ എഴുതാനും വായിക്കാനൊക്കെ അറിയാൻ പറ്റാത്ത കുറച്ച് വിദ്യാഭ്യാസം കുറവാണ്, ഇംഗ്ലീഷോ മറ്റൊന്നും തിരിച്ചറിയാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇയാൾ പറയുന്നതെല്ലാം നമ്മൾ സത്യാവസ്ഥയിൽ കണക്കെടുത്ത്, കാരണം ഈ വക്കീൽ ഏത് വാക്കുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും സത്യാവസ്ഥയിൽ ഞാൻ കണക്കിലെടുക്കുന്ന ആളായതുകൊണ്ട് ഇയാൾ ചതിക്കില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞ 2 ആൾ സാക്ഷി വേണം വണ്ടി മാറുന്നത് കണ്ടെന്ന് പറയാം. അപ്പം വണ്ടി മറിഞ്ഞത് കണ്ടെന്ന് പറയാൻ 2 ആൾ സാക്ഷി വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത അയൽവാസിയായ ചന്ദ്രൻ ശശി എന്ന് പറഞ്ഞ ആർപ്പത്തിയെ തന്നെ ശശി എന്ന് പറഞ്ഞ ആൾ സാക്ഷിയായിട്ട് ഇയാൾ പറഞ്ഞതനുസരിച്ച് കൊടുത്തു. അന്നേരത്ത് ഞാൻ മംഗലാപുരത്ത് 4 മാസം കഴിഞ്ഞ് മംഗലാപുരത്താണ് അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുകയും ആ സമയത്ത് ഇയാൾ FIR തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ എഴുതിയിട്ട് മയിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതൊന്നും ഞാൻ അറിയുന്നില്ല. എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഭാര്യയ്ക്കും അറിയില്ല. ഭാര്യ ഞാനാണ് മംഗലാപുരത്തുള്ളത്, ഫാദറുള്ള ഹോസ്പിറ്റലിൽ. അപ്പോൾ ഭാര്യ അറിയാത്തതും ഞാനും അറിയാത്ത സംഭവം അനുസരിച്ചിട്ട് ഈ സാക്ഷികളെ കൊടുത്ത അയാൾക്കുണ്ട്. അയാളെ വാദിയാക്കി എന്നെ പ്രതിയാക്കി പെറ്റീഷൻ. ഞാൻ പ്രതി, അയാൾ വാദി, വണ്ടി കയറിയ ആളാണ്. സത്യത്തിൽ അയാൾ വണ്ടി കയറിയിട്ടില്ല, ഞാൻ സാക്ഷിക്ക് വേണ്ടി കൊടുത്താണ്. വക്കീലെന്ത് ചെയ്ത് എന്നെ പ്രതിയാക്കിയിട്ട് അയാൾ വാദിയാക്കി അയാൾ വണ്ടിയിൽ യാത്ര ചെയ്തെന്നും പറഞ്ഞ് പെറ്റീഷൻ. താൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ മയിൽ ടൗണിൽ നിന്നും കേക്ക് വാങ്ങി വന്ന ഒരു വിദ്യാർത്ഥിയാണ് സഞ്ചരിച്ചത്. താനാണ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചതെന്ന് മൊഴി നൽകാൻ വിദ്യാർത്ഥി തയ്യാറാണ്. എന്നാൽ കേസ് വളച്ചൊടിച്ചുകൊണ്ട് തന്നെ പ്രതിയാക്കി ഇൻഷുറൻസ് തുക തട്ടാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും വിജയം പറഞ്ഞു. അടുത്ത കാലത്ത് ഭാര്യയുടെ മരണത്തിന് ശേഷം താൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ദയനീയമായ സാഹചര്യത്തിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെന്നും മുൻപോട്ട് പോകാൻ വഴിയില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. തനിക്ക് നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും തന്റെ അനുഭവം മറ്റാർക്കും ഇല്ലാതിരിക്കാനാണ് പോരാട്ടം നടത്തുന്നതെന്നും വിജയൻ പറഞ്ഞു. ഓട്ടോറിക്ഷയ്ക്ക് അടിയിലായി പോയി അറ്റുപോയ കാൽ തുന്നിയെടുക്കാനും പ്രവർത്തനശേഷി കൈവരിക്കാനും ലക്ഷങ്ങൾ ചികിത്സയ്ക്കായി ചെലവഴിച്ച് താനിപ്പോൾ കേസിലെ പ്രതിയാണെന്നും വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വേനൽ മഴയിൽ ചിറക്കലിൽ വൻ കൃഷിനാശം. ആറാംകോട്ടം നരിക്കുണ്ട് വയലിലാണ് കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷി നശിച്ചത്. 2 ഏക്കറോളം വരുന്ന വയലിലെ കൃഷിയാണ് വെള്ളം കയറി നശിച്ചത്. വിഷുവിന് വിളവെടുക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി മഴയെത്തിയത്. ബുധനാഴ്ച രാത്രി പെയ്ത വേനൽ മഴയാണ് ആറാംകോട്ടം നരിക്കുണ്ട് വയലിൽ നാശം വിതച്ചത്. നരിക്കുണ്ട് വയൽ കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷിയാണ് വയലിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് നശിച്ചു പോയത്. 2 ഏക്കറോളം വരുന്ന വയലിൽ ബത്തക്ക, വെള്ളരി, പടവലം, കുമ്പളങ്ങ, പയർ, കക്കിരി, വെണ്ട, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളാണ് നരിക്കുണ്ട് വയൽ കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ വേനൽക്കാലത്ത് കൃഷി ചെയ്തിരുന്നത്. മുൻകാലങ്ങളിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചിരുന്നു. വിഷുവിനടുപ്പിച്ച് വിളവെടുപ്പ് നടത്താനിരിക്കെയാണ് കനത്ത് പെയ്ത വേനൽ മഴയിൽ കൃഷിനാശം സംഭവിച്ചത്. ഇതോടെ കർഷകരും പ്രതിസന്ധിയിലായി. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നീർ നിറഞ്ഞ് കണ്ണവം വനം. വന്യജീവികൾക്ക് കുടിവെള്ളം ഒരുക്കാൻ പ്രകൃതിദത്ത തടയണകൾ നിർമ്മിച്ച് വനം വകുപ്പ്. കടുത്ത വേനലിൽ നീരുറവുകൾ വറ്റിയതോടെയാണ് കണ്ണവം വനത്തിൽ വന്യജീവികൾക്ക് പ്രകൃതിദത്ത തടയണകൾ നിർമ്മിച്ച് വനം വകുപ്പ് കുടിവെള്ളം ഒരുക്കിയത്. ആവാസ വ്യവസ്ഥയിൽ വെള്ളവും ഭക്ഷണവും ഒരുക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി കണവം ഫോറസ്റ്റ് റേഞ്ചിൽ 10 ഇടങ്ങളിലാണ് കുടിവെള്ള സംവിധാനം ഒരുക്കിയത്. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട 10 പരിപാടികളിൽ ആദ്യത്തെ പദ്ധതിയാണിത്. കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെരോത്തിന്റെ നേതൃത്വത്തിൽ കണ്ണവം റേഞ്ചിലെ കണ്ണവം നെടുമ്പുയിൽ സെഷനുകളിൽ ഉൾപ്പെട്ട നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിച്ച് കല്ലുരുട്ടിത്തോട്, ചെന്നപ്പൊയിൽ തോട്, സെറാമ്പിപ്പുഴ എന്നിവിടങ്ങളിൽ 10ഓളം ബ്രഷ് വുഡ് തടയണകൾ നിർമ്മിച്ചു. വേനൽ കടുത്തതോടെ വനത്തിനുള്ളിലെ മൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കുകയും വെള്ളം തേടി കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുകയുമാണ് ഈ ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കണ്ണവം നെടുമ്പുയിൽ സെഷനുകൾ ജീവനക്കാരും വാച്ചർമാരും പ്രദേശത്തെ വനം സംരക്ഷണ സമിതി അംഗങ്ങളും പൊതുജനങ്ങളുമടക്കം 70ഓളം പേർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. 15 ദിവസം കൊണ്ടാണ് 10 സ്ഥലങ്ങളിലായി കുളങ്ങൾ ഒരുക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടയോട് ഭാഗത്ത് നീരുറവുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി വാർത്തയിലൊരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ 1 പുറത്തിറക്കുമെന്നും മന്ത്രി കെ രാജൻ. ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായി. ഇനി ജനങ്ങൾക്ക് സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ. സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബദ്ധത. ഇപ്പോൾ ആവശ്യം കർശന നടപടികളെന്ന് കെ സുധാകരൻ. കളമശ്ശേരിയിലേത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവരെ വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും കെ സുധാകരൻ. ഹുലാഹൂപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി കൊച്ചുമിടുക്കി. നേട്ടം സ്കേറ്റിംഗ് ഷൂവിലെ പ്രകടനത്തിൽ. മുണ്ടേരി സ്വദേശിനി ആത്മീയ ശിവദാസന് സ്വപ്ന നേട്ടം. പിന്തുണയുമായി അച്ഛനും അമ്മയും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി മുണ്ടേരി സ്വദേശിനി ആത്മീയ ശിവദാസ്. സ്കേറ്റിംഗ് ഷൂവിൽ ഹുലാഹൂപ്പ് കറക്കിയാണ് കൊച്ചുമിടുക്കി നേട്ടം കൈവരിച്ചത്. 11 മിനിറ്റും 3 സെക്കൻഡിനും ഉള്ളിൽ 1213 തവണ ഹുലാഹൂപ്പ് കഴുത്തിലിട്ട് കറക്കിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ആത്മീയ ഇടം നേടിയത്. ചെക്കിക്കുളം ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥിനിയാണ് ആത്മീയ. മുണ്ടേരി കൈപ്പക്കയിൽ രവീന്ദ്രത്തിൽ ആൻമിയ ശിവദാസ് സ്കേറ്റിംഗ് ഷൂ ഇട്ടുകൊണ്ട് 11 മീറ്ററും 3 സെക്കൻഡിനും ഉള്ളിൽ 1213 തവണ ഹുലാ ഹൂപ്പ് കഴുത്തിലിട്ട് കറക്കിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഓൺലൈൻ വഴി IBR എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് അപേക്ഷയും മറ്റും സമർപ്പിച്ചത്. തുടർന്ന് ഓൺലൈൻ വഴിയായിരുന്നു മറ്റ് നടപടിക്രമങ്ങൾ നടത്തിയിരുന്നത്. ചെറുപ്പം മുതലേ ഹുലാ ഹൂപ്പിൽ കമ്പമുണ്ടായിരുന്നു എന്നും പിന്നീട് സ്കേറ്റിംഗ് ഷൂവിലും സ്വയം പരിശീലനം നേടിയാണ് റെക്കോർഡിൽ എത്തിയതെന്നും ആൻമിയ പറഞ്ഞു. എനിക്ക് ചെറുപ്പം മുതലേ ഹുലാ ഹൂപ്പിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ അമ്മേനോടൊക്കെ പറഞ്ഞു എനിക്ക് ഒന്ന് ഹുലാ ഹൂപ്പ് മേടിച്ചു തരുന്നത്. അങ്ങനെ അമ്മ എനിക്ക് മേടിച്ച് തന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ചെറുങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മോർ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഞാൻ ഈ ഹുലാ ഹൂപ്പ് പഠിച്ചതിന് ശേഷം എനിക്ക് സ്കേറ്റിംഗ് ഷൂവും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മമ്മ മേടിച്ചു തന്നു എനിക്ക്. അപ്പോൾ എൻ്റെ അമ്മമ്മ മേടിച്ചു തന്നപ്പോൾ എനിക്ക് കൂടുതൽ എക്സൈറ്റഡ് ഇൻട്രസ്റ്റഡ് ഒക്കെ വന്ന് അങ്ങനെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് രണ്ടും കൂടി പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഹൂല ഹൂപ്പ് സ്കേറ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എനിക്ക് ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ എനിക്ക് വരെ എത്താനായി. ഇതിനൊക്കെ മാതാപിതാക്കളായ ശിവദാസിന്റെയും റിജലയുടെയും ഏറെ പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. ചെക്കിക്കുളം ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥിനിയാണ് ആൻമിയ. ഹുലാഹൂപ്പിന് പുറമെ നൃത്തത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന പഠനോത്സവം കണ്ണൂർ കോർപ്പറേഷൻ തല ഉദ്ഘാടനം കുറ്റിക്കകം LP സ്കൂളിൽ നടന്നു.
കൗൺസിലർ KM സാബിറ ഉദ്ഘാടനം ചെയ്തു. ഒരു അധ്യയന വർഷത്തിനു കൂടി തിരശീല വീഴവെ വിദ്യാലയങ്ങളിൽ പഠന മികവുകളുമായാണ് പഠനോത്സവങ്ങൾ നടക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ തല ഉദ്ഘാടനമാണ് കുറ്റിക്കകം LP സ്കൂളിൽ ഇന്ന് നടന്നത്. സ്കൂൾ ലീഡർ K സഫ അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് C സജന, BRC ട്രെയിനർ ദിവ്യ രാഘവൻ, ജനു ആയിച്ചാൻകണ്ടി, പ്രധാന അധ്യാപിക PK ലീന എന്നിവർ സംസാരിച്ചു. സക്കിയ ഫാത്തിമ സ്വാഗതവും മുഹമ്മദ് ഫാദി നന്ദിയും രേഖപ്പെടുത്തി. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച പഠനോപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. കേളച്ചാരുടെ വാളും പോയി കാളന്നായുടെ തങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരികളെ ചോടിപ്പോ. ജപ്പാനിലേക്ക് ഉപരിപഠനത്തിനും തൊഴിലിനും പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം നൽകി കോഴിക്കോട്. ഇന്നലെ കലായി റോഡിൽ ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിലാണ് ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചത്. ജാപ്പനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷാ ഉപദേഷ്ടാവായ സയക്ക അഓക്കി ചടങ്ങിൽ മുഖ്യാതിഥിയായി. 38 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനും തൊഴിലിനുമായി ജപ്പാനിലേക്ക് പോകുന്നത്. സെൻസയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിസിറ്റ് ചെയ്യും, അത് ഓഡിറ്റ് ചെയ്യുകയും കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ നടക്കുക എന്നൊക്കെ ചെയ്യുകയാണ് സെൻസയുടെ ഡ്യൂട്ടി. നമ്മൾ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്നലെ സെൻസ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പറയണമെങ്കിൽ നമ്മൾ കുറേ സമയമെടുക്കും, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇവിടുത്തെ ടീച്ചേഴ്സിന് ആൻസർ ചെയ്യാൻ പറ്റി. ですので、こちらのアカデミーで勉強することができて日本に行くことができる38人の皆さんは本当にラッキーだなというふうに思いました。ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി വഴി ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുകയും ജാപ്പനീസ് സംസ്കാരം മനസ്സിലാക്കുകയും ചെയ്ത നിങ്ങൾ 38 ആൾക്കാരും വളരെ ലക്കിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജാപ്പനീസ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിച്ചുവെങ്കിലും JLAയിലെ അധ്യാപകരുടെ ജാപ്പനീസ് ഭാഷാ പ്രാവീണ്യം അത്ഭുതപ്പെടുത്തിയെന്ന് സയക പറഞ്ഞു. ജാപ്പനീസ് ഭാഷാ പഠനത്തിന്റെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അംഗീകൃത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി വഴി 65 പേർ ജപ്പാനിലേക്ക് പോയിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പോടെയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. ചന്ദ്രിക ദിനപത്രം എഡിറ്റർ കമാൽ വരദൂർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, OISCA ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. JLA MD ഡോക്ടർ സുബിൻ വാഴയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ പ്രവർത്തനം കേരളത്തിൽ 15ാമത്തെ വർഷം പൂർത്തിയാവുകയാണ്. ഈ വർഷം 38 കുട്ടികളെ ജപ്പാനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ വർഷം തന്നെ അടുത്ത ഇൻടേക്ക് ഒക്ടോബറിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള ശ്രമം ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പോകുന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒന്നിച്ച് ഇന്ന് കോഴിക്കോടേക്ക് വിളിക്കുകയും ഒരു യാത്രയയപ്പ് നൽകുകയും കൂടാതെ പല കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പല ഫേക്ക് ഏജൻസികളും ജപ്പാൻ്റെ കാര്യത്തിൽ പല ഫേക്ക് ഓഫർ ലെറ്ററുകളും കോളേജിൻ്റെ അഡ്മിഷൻ ലെറ്ററും ഒക്കെ കാണിച്ച് ഒരുപാട് പേരെ പറ്റിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി കൂടിയാണ് രക്ഷിതാക്കൾ കൂടെ അവെയർ ആവാൻ വേണ്ടി ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, കണ്ണൂർ നോർത്ത് BRC എന്നിവയുടെ പദ്ധതിയുടെ ഭാഗമായി ഏച്ചൂർ ഈസ്റ്റ് LP സ്കൂളിൽ പഠനോത്സവം നടത്തി. മുണ്ടേരി പഞ്ചായത്ത് തല പഠനോത്സവം കുടിക്കുമട്ട ബസാറിൽ പ്രസിഡന്റ് A അനിഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം EK ചാന്ദിനി അധ്യക്ഷയായി. കയ്യെഴുത്തു മാസിക നിറവ് BRC ട്രെയിനർ M ഉനൈസ് പ്രകാശനം ചെയ്തു. മാനേജർ K നസീർ ഹാജി ഏറ്റുവാങ്ങി. KV രചന, ഷബാന PA, അഷ്റഫ് A, PC ഷബീർ, നജീബ് കുനിയിൽ, M നിബ്രാസ് എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്റ്റർ K ശ്രീജിത സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ മികവ് അവതരണ പരിപാടികളും അരങ്ങേറി. കണ്ണൂർ ശ്രീനാരായണ കോളേജിലെ 20-21 നമ്പർ NSS യൂണിറ്റ് സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണ ഉദ്ഘാടന ചടങ്ങ് ശ്രദ്ധേയമായി. ചാല ശാന്തിദീപം സ്കൂളിന് വീൽ ചെയറുകൾ നൽകിയും മറ്റ് അനുബന്ധ കാര്യങ്ങൾ ചെയ്തതിനുമാണ് NSS ഇത്തവണ മാതൃകയായത്. സ്കൂൾ പ്രിൻസിപ്പൽ ജലറാണി വീൽ ചെയർ ഏറ്റുവാങ്ങി. കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ KP പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഈ ഒരു കുട്ടികളെ കണ്ടുപഠിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ കോളേജിലെ ഓരോ കുട്ടികളും ഓരോ അധ്യാപകരും ഇവിടുത്തെ അധ്യാപകർ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഈ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളും കണ്ട് പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഇവരിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവരിൽ നിന്ന് നമ്മൾ ജീവിതം പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവരിൽ നിന്ന് നന്മ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് NSS പ്രോഗ്രാം ഓഫീസർ രമേശൻ CKV അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിഷ്ണ MV, അമൽജിത്ത്, ചൈതന്യ, ശ്രീരൂപ്, അഭിന എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ NSS വോളണ്ടിയർമാർ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം, അവബോധ പ്രചരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. ഇന്നത്തെ ഈ ദിവസം നമുക്ക് അനുഗ്രഹീതമാക്കി തന്നിട്ടുള്ളത് ശ്രീനാരായണ കോളേജിലുള്ള NSS ടീമാണ്. അവർ നമുക്ക് 2 കമോഡ് ചെയർസാണ് ഇവിടെ തരുന്നത്. അത് എന്തുമാത്രം ഇത്തരം കുട്ടികൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകാനും അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ. ഇതുപോലെ ഒരുപാട് കുഞ്ഞു ആവശ്യങ്ങളാണ് വലിയൊരു കാര്യമായിട്ട് നമുക്കിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു 2 ചെയർസ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ യൂത്ത് ഈ NSS വോളണ്ടിയേഴ്സൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിച്ചു, അവർക്ക് വേണ്ടുന്നത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ഈ മക്കളോടും അവരെ നയിക്കുന്ന അധ്യാപകരോടും ആ ഒരു ഫുൾ ടീമിനോടുള്ള ഞങ്ങളുടെ നന്ദിയും കൃതജ്ഞതയും ഒക്കെ ഞാൻ ശാന്തിദീപത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സാധാരണക്കാരുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പുതിയ പ്ലാറ്റ്ഫോം. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക സംരംഭകരെ സഹായിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാർലോ ആത്മനിർഭർ ലോക്കൽ ഇന്ത്യയിലെ പ്രാദേശിക വ്യാപാരികളെ ശക്തിപ്പെടുത്തുകയും സമൂഹങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക പ്ലാറ്റ്ഫോമാണ്. രാജ്യത്തെ 20 ഭാഷകളിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. സാധാരണക്കാരുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഇതിലൂടെ വിൽക്കാനാവും. ഉൽപാദകരെയും ഉപഭോക്താക്കളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടിയാണിത്. ചെറുകിട ബിസിനസ്സുകാർ, വീട്ടമ്മമാർ, കർഷകർ, വനിതാ സംരംഭകർ എന്നിവരെ പിന്തുണയ്ക്കുന്നതിനാണ് ഭാർലോ ആപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം, വസ്ത്രങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, കാർഷിക പച്ചക്കറികൾ, പ്രാദേശിക സേവനങ്ങൾ എന്നിവ മുതൽ പ്രത്യേക ഉൽപ്പന്നങ്ങൾ വരെ ഭാർലോയിൽ ഇടം പിടിക്കാൻ അവസരമുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ആപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്ത എന്താ വെച്ചാൽ ഇതൊരു e-commerce പ്ലാറ്റ്ഫോം അല്ല. ഇതിലൂടെ പേയ്മെന്റോ ഡെലിവറിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും താഴേക്കടിയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്തതാണ്. അവർക്ക് ഈ പേയ്മെന്റ് ഗേറ്റ്വേയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളതിന്റെയും ലോജിസ്റ്റിക്സോ അതുപോലുള്ള കാര്യങ്ങൾ ടെക്നോളജി ഹാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് നമ്മൾ ഇവരെ കണക്ട് ചെയ്തു. ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം സപ്ലൈയറും ബയറും നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ആണ്. അവരെ കണക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? പേയ്മെന്റ് ഡയറക്റ്റ് ചെയ്യും, ഡെലിവറി ഡയറക്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ അവർ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമർ പോയിട്ട് പിക്ക് ചെയ്യും. ആ ഒരു മോഡലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. e-commerce ആകുമ്പോൾ അതിൻ്റെതായ കുറെ നൂലാമാലകളുണ്ട്. അതൊന്നും നമ്മുടെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ലോ ലെവലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഡയറക്റ്റ് പ്ലാറ്റ്ഫോം. ഇതിന്റെ പിന്നിൽ കുറെ സോഷ്യൽ കോഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് ടെക്നോളജീസ് ഒരു വുമൻ എന്റർപ്രൈസ് ആണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും, ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ഹോം മേക്കേഴ്സ് ആണ്. നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ MCA കഴിച്ച കുറേ സ്ത്രീകൾ വീട്ടിലുണ്ട്. അവർക്ക് അവരുടെ സാഹചര്യം കാരണം ദൂര സ്ഥലത്തേക്ക് ഒരുപാട് നമ്മൾ അവരെ പിക്ക് ചെയ്തു, അവരെ ട്രെയിൻ ചെയ്തു, അവരെ കൊണ്ടാണ് സാധനം ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇപ്പോൾ. വാർത്താ സമ്മേളനത്തിൽ വ്യവസായ സംരംഭകരായ അനൂപ് കുമാർ, ശ്വേത വിജയൻ, PK പ്രശാന്തൻ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെമിനാർ സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ മതവും ദേശരാഷ്ട്രവും ചരിത്രത്തിന്റെ അടിപ്പടവുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം പ്രഭാഷണം നടത്തി. ഇന്ത്യയിലെ ചരിത്രരചനയുടെ പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു ഈ വംശാവലി ചരിത്രം എന്ന് പറയുന്നത്. വംശാവലി ചരിത്രത്തിന്റെ നമ്മളെ കൊണ്ടാകാവുന്ന ഒരു രൂപമാണ് ഇപ്പൊ ഈ തറവാട്ട് ചരിത്രം എന്ന് പറയുന്നത്. അവനവനെ കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഞങ്ങളുടെ തറവാട് 5000 കൊല്ലം പഴക്കമുള്ളതാണ് എന്നൊക്കെ സ്ഥാപിക്കുകയും അതിലിങ്ങനെ മിഥ്യാഭിമാനം കൊള്ളുകയും ചെയ്യും. അതെല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് ആധുനിക രാഷ്ട്രങ്ങൾക്കുണ്ട്. ഇപ്പോ റോമില ഥാപ്പർ പറയുന്ന രസമുള്ളൊരു കാര്യമുണ്ട്. എന്താണ് ഈ നേഷൻ ഹിസ്റ്ററി?
നാഷണൽ ഹിസ്റ്ററി, അവർ പറയുന്നത് വർത്തമാനത്തിന്റെ മുഖം ഭൂതകാലത്തിൽ നോക്കി കണ്ടുപിടിക്കുന്ന പണിയാണിത്. ഇപ്പൊ ഇന്ത്യ എന്താണോ ഇന്ത്യ പണ്ടുണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ബഹുസ്വര ഇന്ത്യയും ചരിത്ര പൈതൃകവും എന്ന വിഷയത്തിൽ എതിർദിശ സുരേഷ് പ്രഭാഷണം നടത്തി. MK രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ PK വിജയൻ, VK പ്രകാശിനി, T പ്രകാശൻ, സുധ അഴീക്കോടൻ, P ജനാർദ്ദനൻ, EPR വേശാല, വൈസ് പ്രസിഡന്റ് B സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഒരുക്കിയ ഇഫ്താർ വിരുന്ന് കണ്ണൂർ ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടന്നു. വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക പൊതുപ്രവർത്തകർ വിരുന്നിൽ പങ്കാളികളായി. SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുമേരി ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുമ്പിൽ ഇനി എന്ത് വഴി എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പൗരനും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശ സ്വാതന്ത്ര്യങ്ങൾ അത് വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ടാവാൻ ചെയ്യാൻ കഴിയുന്ന പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഇനിയും ശക്തിപ്പെടുത്തില്ല എങ്കിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവർ പ്രഭാഷണം നടത്തി. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടന്ന ഇഫ്താർ വിരുന്നിൽ സമൂഹത്തിന്റെ നാനാ വിഭാഗത്തിലുള്ളവർ പങ്കാളികളായി. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ EP സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ, സാദിഖ് ഉളിയിൽ, അഷ്റഫ് പുറവൂർ, KV സലീം, AAP ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുൾ അസീസ്, ജമാൽ കണ്ണൂർ, ഇല്യാസ്, യൂനിസ് സ്നേഹതീരം, അബു അൽമാസ് സ്നേഹസല്ലാപം, മുനീർ താണ തുടങ്ങിയവർ സംസാരിച്ചു. SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് B ഷംസുദ്ദീൻ മൗലവി നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാലിന്യം കത്തിച്ചതിന് നിർമ്മാണ കമ്പനിക്ക് 5000 രൂപ പിഴ. തോട്ടട അമ്മുപറമ്പിലെ അസറ്റ് മാഗ്നം ഫ്ളാറ്റ് നിർമ്മാണ സൈറ്റിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തതായി കണ്ടെത്തിയത്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഫ്ളാറ്റിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത PNK ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് കോഴിക്കോട് എന്ന ഏജൻസിക്ക് 5000 രൂപ പിഴ ചുമത്തി. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് തോട്ടട അമ്മുപറമ്പിലെ അസറ്റ് മാഗ്നം ഫ്ളാറ്റ് നിർമ്മാണ സൈറ്റിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്തതായി കണ്ടെത്തിയത്. അസറ്റ് മാഗ്നം ഫ്ളാറ്റിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത PNK ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് കോഴിക്കോട് എന്ന ഏജൻസിക്ക് സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ ലജിയം, ഷെരീഖുൽ അൻസാർ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ പ്രമോദ്, വിനീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ 1 പുറത്തിറക്കുമെന്നും മന്ത്രി K രാജൻ. ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായി. ഇനി ജനങ്ങൾക്ക് സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ. സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബദ്ധത. ഇപ്പോൾ ആവശ്യം കർശന നടപടികളെന്ന് K സുധാകരൻ. കളമശ്ശേരിയിലേത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവരെ വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും K സുധാകരൻ. ഹുലാഹൂപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി കൊച്ചുമിടുക്കി. നേട്ടം സ്കേറ്റിംഗ് ഷൂവിലെ പ്രകടനത്തിൽ. മുണ്ടേരി സ്വദേശിനി ആത്മീയ ശിവദാസന് സ്വപ്ന നേട്ടം. പിന്തുണയുമായി അച്ഛനും അമ്മയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.